സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതയായ നടിയായിരുന്നു ശരണ്യ ശശി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി ഹിറ്റ് സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമാകാൻ ശരണ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. ട്യൂമർ ബാധിച്ച് വർഷങ്ങളായി ചികിത്സയിലായിരുന്ന ശരണ്യയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ട്യൂമറിൽ നിന്ന് അതിജീവിച്ച ശരണ്യെ കോവിഡും ന്യൂമോണിയയും പിടിമുറുക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ജീവിതത്തിലേക്ക് പിച്ചവെച്ച് നടക്കുന്നതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നടിയുടെ വിയോഗ വാർത്ത പുറത്തു വന്നത്. 2021 ഓഗസ്റ്റിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടിയുടെ അന്ത്യം. നടി സീമാജി നായർ ശരണ്യയുടെ കുടുംബത്തോടൊപ്പം സഹായമായി കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ മരണശേഷം തകർന്നു പോയെന്നും സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നെന്നും പറയുകയാണ് ശരണ്യയുടെ അമ്മ. ഒരിക്കൽ സോൾ കൺസൾട്ടേഷനിലൂടെ മകളുടെ സാന്നിധ്യം അറിഞ്ഞുവെന്നും ശരണ്യയുടെ അമ്മ പറഞ്ഞു. ഈ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. ശരണ്യ മരിച്ച സമയത്ത് സൈക്കാട്രി ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ. സീമ എന്നെ 2-3 സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ഡോക്ടറുടെ മരുന്ന് കഴിച്ചാണ് ഉറങ്ങിയിരുന്നത്. മനസ്സ് സ്വസ്ഥമാകാൻ ഉള്ള മരുന്നൊക്കെ കഴിക്കും. പിന്നെ ഡോക്ടർ എന്നെ ആ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ചെന്നൈയിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാക്കി. 2 മാസം അവിടെയായിരുന്നു. കുഞ്ഞിന്റെ 41-നാണ് വരുന്നത്. വീട് പൂട്ടിയിട്ടില്ല. അവിടെ വിളക്ക് കത്തിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചു പോവുകയായിരുന്നു. എനിക്ക് അവൾ പോയ സമയത്ത് അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നും. അവൾ കിടന്ന കട്ടിലൊക്കെ വല്ലാതെ ബാധിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ യൂട്യൂബൊക്കെ നോക്കി ആത്മീയമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഒക്കെ മുഴുകി. അവളെ ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തിയാക്കിയാണ് അവൾ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പിന്നെ എനിക്ക് മനസ്സിലായെന്ന് ശരണ്യയുടെ അമ്മ പറയുന്നു. സോൾ കൺസൾട്ടേഷൻ വഴി ശരണ്യയുടെ സാന്നിധ്യം അറിയാൻ പറ്റി. ഇങ്ങനത്തെ വീഡിയോകൾ കുറെ കണ്ടപ്പോഴേക്കും എനിക്ക് എന്റെ മോളെ കാണണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ കൺസൾട്ടേഷൻ ഇരുന്നു. ഒരു മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ അവൾ വന്നു. അങ്ങനെ ഒരു രൂപം ഞാൻ ഇങ്ങനെ കണ്ടു. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല. അവളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നും അമ്മ പറഞ്ഞു. അവസാന സമയത്ത് അവൾക്ക് ക്യാൻസർ സ്പൈനിൽ സ്പ്രെഡ് ആയിട്ട് മോനും ശരണ്യയുടെ ചെറിയച്ഛനും കൂടിയാണ് ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടർ ഇനി 1 മാസം കൂടിയേ ശരണ്യയുള്ളൂ എന്ന് പറഞ്ഞു. സ്പൈനലിലൊക്കെ സ്പ്രെഡായി. പക്ഷേ ഇവർ എന്നോടൊന്നും പറഞ്ഞില്ല, ഒളിച്ചു വെച്ചു. ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. സീമാജി നായരുമായി തർക്കമുണ്ടായിട്ടുള്ളത് അതിന് മാത്രമാണ്. മോളെ പാലിയേറ്റീവിലാക്കണമെന്ന് സീമ വിളിച്ചു പറഞ്ഞു. മരണം കാത്തുകിടക്കുന്നവരെയാണ് പാലിയേറ്റീവിലാക്കുക എന്ന് എനിക്കറിയാം. പൈസയാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഈ വീട് വിൽക്കാം എന്ന് വരെ ഞാൻ പറഞ്ഞു. അവളെ പാലിയേറ്റീവിലാക്കാം എന്ന് പറയുമ്പോഴും അവൾക്ക് ബോധമുണ്ട്. എന്നോട് ഇതൊന്നും ഇവര് പറയുന്നില്ല. സീമയ്ക്ക് എന്നോട് പറയാൻ വാക്കുകളില്ല. തൽക്കാലത്തെ ആശ്വാസത്തിന് റേഡിയേഷൻ ചെയ്തു നോക്കാം എന്ന് പറയുന്നുണ്ട്. സ്പൈനലിൽ വന്നിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ആന ചിഹ്നം വിളിക്കുന്ന പോലെ ചിഹ്നം വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ. കുട്ടി കരയുകയായിരുന്നു. പക്ഷെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. ഫിസിയോതെറാപ്പിക്കൊക്കെ ചെയ്യിക്കണമെന്നാണ് തെറാപ്പിസ്റ്റ് പറയുന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു. നിനക്ക് മടിയാണ്, നിന്റെ അപ്പിയും മൂത്രവും ഒക്കെ ഞാൻ കോരി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് അവൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഓമനിച്ച് വഷളാക്കിയെന്നാണ് തെറാപ്പിസ്റ്റ് പറയുന്നത്. പക്ഷെ അവൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് ഇതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അവൾ പറഞ്ഞ വാക്ക് ഇന്നും എന്റെ മനസ്സിൽ തട്ടുന്നതാണ്. ദൈവമേ, എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ ഒരു ഭാരമായല്ലോ, എന്നെ അങ്ങ് എടുക്ക് ദൈവമേ എന്നാണ് അവൾ പറഞ്ഞ്. അതിന്നും മനസ്സിൽ ഒരു നോവാണെന്നും അമ്മ പറഞ്ഞു.